നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച് മുസ്ലിം ലീഗിൽ മന്ത്രി ചർച്ച സജീവം. കഴിഞ്ഞ തവണ ലഭിച്ച 5 മന്ത്രിസ്ഥാനം ഇത്തവണയും ലഭിച്ചേക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, AKM അഷ്റഫ് എന്നിവർക്കാണ് സാധ്യതയുള്ളത്. വനിതകളെ പരിഗണിക്കാനും യോഗത്തിൽ ധാരണയായി എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിഖിൽ പ്രമേഷുണ്ട് മലപ്പുറത്ത് വിവരങ്ങളുമായി. നിഖിൽ, ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, വീണ്ടും അധികാരത്തിലെത്താൻ UDF കഴിഞ്ഞാൽ ഒരു ഉപമുഖ്യമന്ത്രി പദവി കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലീഗിനകത്ത് ചർച്ചയായി എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ വരണമെന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിലെ മുഖ്യമന്ത്രി തല ചർച്ചയെ ആദ്യം എതിർത്ത മുസ്ലിം ലീഗ്, അതിപ്പോഴും പരസ്യമായി എതിർക്കുന്ന മുസ്ലിം ലീഗ്, അവർക്കുള്ളിലെ ആരൊക്കെയാകണം മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ ഇതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട്. അത് അവസാന ഘട്ടത്തിൽ, അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് ലീഗ് ഉറപ്പിക്കുന്നു. യാതൊരു തരത്തിലുമുള്ള അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഒരു പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ ലീഗ് ആരംഭിച്ച ഏകദേശ ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് GK ചോദിച്ചതുപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ക്ലെയിം, ഒരു ആവശ്യം മുന്നോട്ട് വെക്കണമെന്ന് ലീഗ് കരുതുന്നില്ല. UDF മുസ്ലിം ലീഗിന് അത് നൽകണമെന്നൊരു പൊതുധാരണ രൂപപ്പെടുകയാണെങ്കിൽ അത് PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും. ഒരു പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെ ഒരു പതാക വാഹകനായി ഇത്തവണ ഏറ്റവും മുന്നിൽ നിൽക്കാൻ പോകുന്നത് മുൻകാലങ്ങളെ പോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കും. എന്ന് മാത്രമല്ല, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ലഭിച്ചിട്ടുള്ള 5 സീറ്റിൽ നിന്ന്, 5 മന്ത്രിസ്ഥാനത്തിൽ നിന്ന് 6ാമത്തെ മന്ത്രിസ്ഥാനത്തിനുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇതുവരെ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ കണ്ടതുപോലെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഒരു കാരണവശാലും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. പക്ഷെ MLA-മാരുടെ എണ്ണം പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ 23ഓളം MLA-മാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കണക്കാക്കപ്പെടുന്ന ഒരു രീതി. അങ്ങനെയെങ്കിൽ അവർക്ക് 5 മന്ത്രിസ്ഥാനം കഴിഞ്ഞ് ഒരു മന്ത്രിക്ക് കൂടിയുള്ള ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത തങ്ങൾക്കുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ 6 മന്ത്രിസ്ഥാനം ലഭിച്ചാലും അത്ഭുതപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ളൊരു പ്രാഥമിക ധാരണയാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടോപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉണ്ടാവുക. പിന്നീട് നമ്മൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ ലീഗിന്റെ പ്രാഥമികമായിട്ടുള്ള അവലോകനത്തിൽ ഇപ്പോൾ പേരുകൾക്ക് വന്നിട്ടുള്ളത് ഒന്ന് ആബിദ് ഹുസൈൻ തങ്ങളാണ്. കോട്ടക്കലിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വരെ അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. മറ്റൊരാൾ ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മണ്ണാർക്കാട് നിന്നുള്ള പ്രതിനിധി N ഷംസുദ്ദീനാണ്. ഒരു യുവത്വത്തിന്റെ പ്രതീകമായി കൂടി N ഷംസുദ്ദീനെ പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്നുള്ള ആവശ്യം നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ പാറക്കൽ അബ്ദുള്ളയാണ്. കുറ്റ്യാടിയിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ അത് പിടിച്ചെടുക്കും എന്നവർ ഉറപ്പിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ പാറക്കൽ അബ്ദുള്ള മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്ന് ലീഗ് കരുതുന്നു. അതോടൊപ്പം തന്നെ AKM അഷ്റഫ് ഇത്തവണ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയാൽ AKM അഷ്റഫിന് ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി രണ്ടാം ലെയറിൽ ഈ 5 പേരിൽ നിന്ന് മറ്റൊരാളെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ അതിനും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു B പ്ലാൻ ഉണ്ട്. അതിൽ ഏറ്റവും ഉന്നതൻ KM ഷാജിയാണ്. വേങ്ങരയിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് ഉറപ്പായും നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുന്ന KM ഷാജി പരിഗണിക്കപ്പെട്ടേക്കും. അതോടൊപ്പം തന്നെ PK ബഷീറാണ്. പിന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു TV ഇബ്രാഹിമാണ്. ഇവരൊക്കെ സീനിയോറിറ്റി കൊണ്ട് വളരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. മറ്റൊരാൾ തിരൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള കുറുക്കോളി മൊയ്തീനാണ്. മന്ത്രി V അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്ന് ലീഗിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരാൾ നേരത്തെ മന്ത്രിയായിട്ടുള്ള മഞ്ഞളാംകുഴി അലിയാണ്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, നമുക്കറിയാം സാദിഖിൽ തങ്ങളുടെ ഇലക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് അത് അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഇന്നോളം മുസ്ലിം ലീഗിൽ കണ്ടിട്ടുള്ള രീതിയല്ല. എല്ലാ കീഴ്വഴക്കങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 വനിതകളിൽ 2 പേരും വിജയിക്കുകയാണെങ്കിൽ ജയന്തി രാജൻ പരിഗണിക്കപ്പെടും. ഇനി ഒരു വനിതയാണ് വിജയിക്കുന്നതെങ്കിൽ അത് ഫാത്തിമ തഹ്ലിയ ആണെങ്കിലും ജയന്തി രാജനാണെങ്കിലും ഒരു വനിതാ അംഗത്തെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് ലീഗിന്റെ ആലോചനകൾ കടന്നിട്ടുണ്ട്. ലീഗ് ഏതാണ്ട് ഒരു പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു B പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.